ഹായ്, ഞാൻ സുബിൻ വി ആർ. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 43(b)യിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ, അതായത് 2023 ഫിനാൻസ് ആക്ടിൽ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 43(b)യിൽ ക്ലോസ് എച്ച് എന്നുള്ളൊരു പുതിയൊരു ക്ലോസ് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പേയ്മെന്റ് ടു MSME. അപ്പോൾ സംഭവം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ഇത് കൊണ്ടുവന്നതെങ്കിലും ഇപ്പോഴാണ് ഇതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്താണ് ഈ 43(b)(h) അമെൻമെന്റിന്റെ ഉദ്ദേശം? ഒരു ബിസിനസ് കൺസേൺ എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ഈ കാര്യമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ 43(b)(h) എന്നുള്ളൊരു സെക്ഷനെ പറ്റി അറിയുന്നതിന് മുൻപ് എന്താണ് ഈ 43(b) എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സെക്ഷൻ 43(b) എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നിങ്ങളുടെ ബിസിനസ്സിലെ ചില എക്സ്പെൻസുകൾ നിങ്ങൾ എക്സാക്ട്ലി പേയ്മെന്റ് നടത്തിയാൽ മാത്രമാണ് അതൊരു ഡിഡക്ഷൻ ആയിട്ട് അവകാശപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഈ സെക്ഷൻ 43(b) എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ എംപ്ലോയർ എന്നുള്ളൊരു നിലയിൽ നിങ്ങൾ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ESI അല്ലെങ്കിൽ PFന്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പേയബിൾ, അതായത് ESI പേയബിൾ അല്ലെങ്കിൽ PF പേയബിൾ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ പേയബിൾ എന്ന് ബാലൻസ് ഷീറ്റിൽ കാണിക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് അതൊരു എക്സ്പെൻസ് ആയിട്ട് അക്രൂവൽ ബേസിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാറുണ്ട്. പക്ഷേ 43(b)യിൽ പറയുന്നത് നിങ്ങൾ ആക്ച്വലി ആ പേയ്മെന്റ് നടത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ 43(b)യിൽ പ്രൊവിസോയിൽ പറയുന്നത് നിങ്ങൾ മാർച്ച് 31-നുള്ളിൽ പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ പോലും അത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് എന്നാണോ ആ ഡ്യൂ ഡേറ്റിന് മുൻപ് പേയ്മെന്റ് നടത്തിയാലും നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പലർക്കും അറിയാവുന്നതാണ്, ടാക്സ് ഓഡിറ്റ് കേസിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 31 അപ്പോൾ ഒക്ടോബർ 31-ന് മുൻപ് നിങ്ങൾ ആ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജനറലി ഇതാണ് സെക്ഷൻ 43(b) എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൽ ഇൻസെർട്ട് ചെയ്തിരിക്കുന്ന ക്ലോസ് എച്ച് അമെൻമെന്റ്? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എന്റർപ്രൈസസിന് നിങ്ങളൊരു പേയ്മെന്റ് കൊടുക്കാനായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റ് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് ആക്ട് പ്രകാരം അതിലൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഡ്യൂ ഡേറ്റിന് മുൻപ് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരു എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതാണ് 43(b)(h) എന്ന് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെന്റ്. എക്സാക്ട്ലി എങ്ങനെയാണ് ആ സെക്ഷൻ എന്ന് നമുക്ക് നോക്കാം. എനി സം പേയബിൾ ബൈ ദ അസസി ടു എ മൈക്രോ ഓർ സ്മോൾ എന്റർപ്രൈസ് ബിയോണ്ട് ദ ടൈം ലിമിറ്റ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 15 ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് Act 2006 shall be allowed irrespective of the previous year in which the liability to pay such sum was incurred by the assessee according to the method of accounting regularly employed by him, only in computing the income referred to in section 28 of that previous year in which such sum is actually paid by him എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ 43(b)യിൽ നമ്മളൊരു പ്രൊവിസോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അപ്പോൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ മാർച്ച് 31-നുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിനുള്ളിൽ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ എച്ച് എന്ന് പറയുന്ന ക്ലോസിന് ആ പോർഷൻ ബാധകമല്ല. അതായത് ഒന്നുകിൽ നിങ്ങൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ, അതായത് മാർച്ച് 31, 2024 മുൻപാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് 2023, 2024 ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. അതല്ല, ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, ഡ്യൂ ഡേറ്റിന് ശേഷമാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഫിനാൻഷ്യൽ ഇയറിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാണോ നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നത് അന്നേ അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളൊരു മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു പർച്ചേസ് നടത്തി. അപ്പോൾ ഫെബ്രുവരി 1 ആ പർച്ചേസ് നടത്തിയത്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു അറേഞ്ച്മെന്റ് ഉണ്ട്, നിങ്ങളൊരു ക്രെഡിറ്റ് പീരീഡിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുന്നത് 45 ദിവസമാണ്. അപ്പോൾ 45 ദിവസം എന്ന് പറയുന്നത് ഫെബ്രുവരി 28 അല്ലെങ്കിൽ ലീപ്പ് ഇയർ 29 ഉള്ള കാരണം മാർച്ച് 17 അതിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് കരുതും. അപ്പോൾ നിങ്ങൾ മാർച്ച് 17 ആ പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല, അതായത് 45 ദിവസം എന്നുള്ളൊരു ഡ്യൂ ഡേറ്റിനുള്ളിൽ കൊടുക്കാനായിട്ട് സാധിച്ചില്ല. നിങ്ങൾക്ക് മാർച്ച് 31-നുള്ളിലും കൊടുക്കാൻ സാധിച്ചില്ല. മാർച്ച് 31-നുള്ളിൽ കൊടുത്തിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ അത് ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പകരം നിങ്ങൾ ഏപ്രിൽ 5 ഈ പേയ്മെന്റ് നടത്തുന്നത്, അതായത് 2024 ഏപ്രിൽ 5 ഈ പേയ്മെന്റ് നടത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപ നിങ്ങളുടെ പർച്ചേസിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഒരു എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾക്ക് അത് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എഫക്റ്റീവ്ലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പർച്ചേസിൽ 10 ലക്ഷം രൂപ കുറവായിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഈ എമൗണ്ട് ഡിസലവ് ചെയ്തതായിട്ട് കണക്കാക്കും. എഫക്റ്റീവ്ലി എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 30% ഈ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് പർച്ചേസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ 10 ലക്ഷം രൂപയുടെ 30%
നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് 3 ലക്ഷം രൂപ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി കൂടും. അപ്പോൾ സിംപ്ലി ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പേയ്മെന്റുകൾ നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർച്ച് 31 മുൻപ് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് ടാക്സ് ലയബിലിറ്റി നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. മറ്റു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് സെക്ഷൻ 43BH പറയുന്നത് എനി സം പേയബിൾ ബൈ ദ അസസി ടു എ മൈക്രോ ഓർ സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയം എന്റർപ്രൈസസിന് ഇത് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ആരാണ് മൈക്രോ, ആരാണ് സ്മോൾ, ആരാണ് മീഡിയം എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സൺട്രി ക്രെഡിറ്റേഴ്സിൽ ആരൊക്കെ ഏതൊക്കെ കാറ്റഗറിയിലാണ്. അപ്പോൾ മീഡിയംകാരാണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ മൈക്രോ ഓർ സ്മോൾ ഈ കാറ്റഗറിക്ക് മാത്രമാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ മൈക്രോ, സ്മോൾ, മീഡിയം കാറ്റഗറി തരം തിരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ MSME ആക്ട് പ്രകാരം ക്ലാസിഫിക്കേഷൻ ഓഫ് എന്റർപ്രൈസസ് വിത്ത് എഫക്ട് ഫ്രം 1/7/2020 തൊട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. മൈക്രോ എന്റർപ്രൈസസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 1 കോടി രൂപ വരെയാണെന്നുണ്ടെങ്കിൽ അത് മൈക്രോ എന്റർപ്രൈസസ് ആണ്. അത് മാത്രമല്ല അവർ ടേൺ ഓവർ 5 കോടി രൂപ വരെയാണെന്നുണ്ടെങ്കിൽ അത് മൈക്രോ എന്റർപ്രൈസസ് ആണ്. ഇനി സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അപ് ടു 10 ക്രോർസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് 1 to 10 ക്രോർസ് ആണെന്നുണ്ടെങ്കിൽ അത് സ്മോൾ എന്റർപ്രൈസസ് ആണ്. അതല്ല ടേൺ ഓവർ 50 കോടിക്ക് വരെയാണെന്നുണ്ടെങ്കിൽ അത് സ്മോൾ എന്റർപ്രൈസസ് ആണ്. അപ്പോൾ എന്താണ് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുന്നത്? അപ് ടു 50 ക്രോർസ് വരെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. 10 to 50 ക്രോർസ് വരെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മീഡിയം എന്റർപ്രൈസസ് ആണ്. 250 കോടി രൂപ വരെ, അതായത് 50 കോടി തൊട്ട് 250 കോടിയുടെ ഇടയിലാണ് ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ അതൊരു മീഡിയം എന്റർപ്രൈസസ് ആണ്. അപ്പോൾ നമുക്ക് ഈ മീഡിയം എന്റർപ്രൈസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 43BH അപ്ലിക്കബിൾ അല്ല. അപ്പോൾ നിങ്ങളുടെ സപ്ലയേഴ്സിൽ മീഡിയം എന്റർപ്രൈസസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ പേയ്മെന്റിന്റെ റെസ്ട്രിക്ഷൻ അവിടെ അപ്ലിക്കബിൾ അല്ല. അത് മാത്രമല്ല MSME ആക്ട് പ്രകാരം ഒരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. നിങ്ങൾ മൈക്രോ ഓർ സ്മോൾ എന്റർപ്രൈസസിന് ആ ആക്ട് പ്രകാരം പറയുന്ന ടൈം ലിമിറ്റിനുള്ളിൽ പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിലാണ് നിങ്ങൾക്ക് ഇത് ഡിസലവൻസ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്? നിങ്ങളുടെ ബിസിനസ് എൻറ്റിറ്റിയും നിങ്ങളുടെ ബിസിനസ്സും ദെൻ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന എൻറ്റിറ്റിയും തമ്മിൽ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. ഒരു ക്രെഡിറ്റ് പീരീഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഡേയ്സ് ആണ് ഈ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പക്ഷേ പരമാവധി 45 ഡേയ്സ് അതാണ് ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ തമ്മിലുള്ള ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 75 ദിവസമാണ്. പക്ഷേ ഈ MSME ആക്ട് പ്രകാരം അത് അപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് 45 ഡേയ്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് പരമാവധി 45 ദിവസമാണ് നിങ്ങൾക്കതിൽ ഒരു ടൈം ലിമിറ്റ് ആയിട്ട് MSME ആക്ട് പ്രകാരം കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 45 ഡേയ്സ് ആണ്, ഇൻ എനി കേസ് 45 ഡേയ്സ് ആണ് മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയപരിധി എന്ന് പറയുന്നത്. അപ്പോൾ 75 60 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസവും നിങ്ങളുടെ എഗ്രിമെന്റ് പ്രകാരം ഉണ്ടെങ്കിൽ പോലും 45 ഡേയ്സ് ആണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല എന്ന് കരുതും, നിങ്ങളൊരു മൈക്രോ ഓർ സ്മോൾ എന്റർപ്രൈസസ് ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുകയാണ്, നിങ്ങൾ ഒരു പ്രത്യേകിച്ച് ഒരു എഗ്രിമെന്റും ഇല്ല എന്നുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അതിന്റെ പേയ്മെന്റ് നടത്തണം. അപ്പോൾ എല്ലാവരുമായിട്ടൊരു എഗ്രിമെന്റ്, അറ്റ്ലീസ്റ്റ് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാനായിട്ട്, ഒരു ടേംസ് ഓഫ് പേയ്മെന്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ 43BHന്റെ അപ്ലിക്കബിലിറ്റി എങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് ഇത് അപ്ലിക്കബിൾ ആണോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു മാനുഫാക്ചറർ, അതായത് നിങ്ങളുടെ സപ്ലയേഴ്സ് ഒരു മാനുഫാക്ചറർ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ മാത്രമാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇവൻ ദോ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരാൾ ട്രേഡർ ആണ്, അദ്ദേഹം മൈക്രോ അല്ലെങ്കിൽ സ്മോൾ കാറ്റഗറിയിൽ വരുന്നതാണ്, എന്നിരുന്നാൽ പോലും ഈ 43BH അപ്ലിക്കബിൾ അല്ല. കാരണം അദ്ദേഹം ഒരു ട്രേഡർ ആണ്, ആ ഒരു എന്റർപ്രൈസ് ഒരു ട്രേഡർ ആയതുകൊണ്ട് തന്നെ അത് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് എങ്ങനെയാണ് ഇത് നമുക്ക് അപ്ലിക്കബിൾ ആണോ എന്നറിയാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് വെദർ ദ സപ്ലയർ ഈസ് രജിസ്റ്റേർഡ് അണ്ടർ MSME ആക്ട് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 43BH അപ്ലിക്കബിൾ അല്ല. അപ്പോൾ സ്ട്രൈറ്റ് അവേ നമുക്കത് അപ്ലിക്കബിൾ അല്ല. ദെൻ അപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് തന്നെ കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അദ്ദേഹം ഒരു മാനുഫാക്ചറർ ആണോ, ദെൻ അദ്ദേഹം ഒരു സർവീസ് പ്രൊവൈഡർ ആണോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ട്രേഡർ ആണോ, ആ എന്റർപ്രൈസസ് ഒരു ട്രേഡിംഗ് എന്റർപ്രൈസസ് ആണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ട്രേഡിംഗ് എന്റർപ്രൈസസ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇനി ബാക്കി 2 കാറ്റഗറി മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഒന്ന് മാനുഫാക്ചറർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ. അപ്പോൾ മാനുഫാക്ചറർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഈ എന്റർപ്രൈസ് ഒരു മീഡിയം എന്റർപ്രൈസസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുന്നത് 10 കോടി മുതൽ 50 കോടി വരെയുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ 250 കോടി രൂപ വരെ അല്ലെങ്കിൽ 250 കോടി രൂപ വരെ ടേൺ ഓവർ ഉണ്ടായിരിക്കാം. അപ്പോൾ മീഡിയം എന്റർപ്രൈസസ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഈ 43BH പിന്നെയും അപ്ലിക്കബിൾ അല്ല. അപ്പോൾ വെദർ ഇറ്റ് ഈസ് മൈക്രോ ഓർ സ്മോൾ, അപ്പോൾ മൈക്രോ സ്മോൾ എന്റർപ്രൈസസ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം
മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ എൻ്റർപ്രൈസസിന് ഒരു ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, അവരൊരു മാനുഫാക്ചറർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ ആയിരിക്കണം, അവരൊരു മൈക്രോ ഓർ സ്മോൾ എൻ്റർപ്രൈസസ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇതിൽ മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യാനുള്ളത്, പലപ്പോഴും ഒരു ഓഡിറ്റിൻ്റെ ആംഗിളിൽ മറ്റൊരു കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യാനായിട്ടുള്ളത്, നിങ്ങൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഏപ്രിൽ 4-നാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ ഇത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഇതൊരു എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പേയ്മെൻറ്റ് ബേസിൽ നിങ്ങൾക്കത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യമുള്ളത്, ഇത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യുന്ന അസസീസ് ആണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലിക്കബിൾ അല്ല. അതായത് സെക്ഷൻ 44AD, 44ADA, 44AE എന്നുള്ള, അതായത് ടേൺ ഓവറിന്റെ ബേസിൽ ഒരു ഫിക്സഡ് പേഴ്സൻറ്റേജ് 8% അല്ലെങ്കിൽ 6% അല്ലെങ്കിൽ 50%, അപ്പോൾ ടേൺ ഓവറിന്റെ ബേസിൽ ഒരു ഫിക്സഡ് പേഴ്സൻറ്റേജ് ഓഫർ ചെയ്യുന്ന ഒരു സ്ട്രീമാണ്. അതായത് പ്രിസംപ്റ്റീവ് ബേസിലാണ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഈ സെക്ഷൻ അപ്ലിക്കബിൾ അല്ല. കാരണം അവിടെ നമ്മളൊരു പർച്ചേസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, നമ്മളുടെ ടേൺ ഓവർ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ് GST പേയ്മെന്റുകളെ പറ്റിയിട്ട്. അതായത് നമുക്കൊരു പർച്ചേസ് ഉണ്ട്, നമുക്കതിലൊരു GST പേയ്മെന്റ് വരും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം GST എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എക്സ്പെൻസ് അല്ല. നിങ്ങളൊരു റെഗുലർ രജിസ്റ്റേർഡ് ഡീലർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കില്ല. അതൊരു കറണ്ട് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ GST എലമെന്റ് 43BH ഹിറ്റ് ചെയ്യുന്നില്ല. നമ്മളുടെ ഒരു ഓഡിറ്റ് ആംഗിൾ അല്ലെങ്കിൽ ഇയർ ആൻഡ് ആനുവൽ ക്ലോഷറിന്റെ ഒരു ആംഗിളിൽ നമ്മൾ ഈ 43BH എന്നുള്ളൊരു സെക്ഷനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. മേക്ക് എ ഫുൾ ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് എ സോൺ ഡേറ്റ്. നമ്മളുടെ മാർച്ച് 31 കംപ്ലീറ്റ് ക്രെഡിറ്റേഴ്സിന്റെ, സൺഡ്രി ക്രെഡിറ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ എടുക്കാം. നമുക്ക് അതിൽ നിന്നും ഉദ്യം രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുകളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. പക്ഷേ നമുക്ക് നമ്മുടെ സൺഡ്രി ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റ് 100 പേരാണുള്ളത്, അതിൽ 20 പേർക്ക് ഉദ്യം രജിസ്ട്രേഷൻ ഇല്ല, നമ്മളപ്പോൾ അവരെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 80 പേരാണ് ബാക്കി. ഇനി അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിൽ മീഡിയം എന്റർപ്രൈസസ് ആയിട്ടുള്ള ആളുകളെ, മീഡിയം എന്റർപ്രൈസസ് ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷെ അവർ മീഡിയം എന്റർപ്രൈസസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 പേരാണ് ഉള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ 80-ൽ നിന്നും വീണ്ടും നമുക്ക് ഈ 10 എന്നുള്ളത് കുറയ്ക്കാം. അപ്പോൾ 70 പേരാണ് നമുക്ക് ബാക്കി ലിസ്റ്റിലുള്ളത്. ഈ 70 പേരിൽ തന്നെ ഇനി ട്രേഡേഴ്സ്, ഹോൾസെയിൽ ആയിരിക്കാം അല്ലെങ്കിൽ റീറ്റെയിൽ ആയിരിക്കാം, ട്രേഡേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിൽ, അതായത് മാനുഫാക്ചറർ അല്ലാന്നുണ്ടെങ്കിൽ സർവീസ് പ്രൊവൈഡർ അല്ല, അപ്പോൾ പ്യുവർലി ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് വീണ്ടും എലിമിനേറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമുക്ക് 20 പേരാണ് അങ്ങനെ ട്രേഡേഴ്സ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളുടെ ലിസ്റ്റ് 50 പേരിലേക്ക് ചുരുങ്ങും. അതുമാത്രമല്ല ഈ സെക്ഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് 1/4/2023 തൊട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/4/2023 ഓപ്പണിംഗ് ബാലൻസസ്, ഈ 50 പേരുടെ ഓപ്പണിംഗ് ബാലൻസസ് എത്രയാണെന്ന് നോക്കിയിട്ട് ഈ ഓപ്പണിംഗ് ബാലൻസസ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 50 സൺഡ്രി ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് കഴിച്ച് ബാക്കി നിൽക്കുന്ന എമൗണ്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് തിരിക്കേണ്ടതായിട്ട് ഒരു 45 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മാർച്ച് 31-നുള്ളിൽ കൊടുത്തു തീർത്തിട്ടുണ്ടോ. മാർച്ച് 31-ന് ശേഷമാണെങ്കിൽ പോലും ഡ്യൂ ഡേറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു മാർച്ച് 31-നാണ് നമ്മളൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ 45 ദിവസം കൂടിയുണ്ട്. അപ്പോൾ അതിനുള്ളിൽ കൊടുത്തു തീർത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സ്പെൻസ് ഡിസലവ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ടാക്സ് ഓഡിറ്റിന്റെ പരിവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല മാർച്ച് 31-നുള്ളിൽ നടത്തേണ്ട പേയ്മെന്റുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. മാർച്ച് 31-നുള്ളിൽ തന്നെ പേയ്മെന്റ് നടത്തി ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ആ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ പോലെ വലിയൊരു ഹ്യൂജ് ടാക്സ് ലയബിലിറ്റി വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.